പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ന് മുതലാണ് അതിൻ്റെ ചികിത്സാ ചെലവ് നമുക്ക് ലഭിച്ചു തുടങ്ങുക, അഥവാ ഏതെല്ലാം രോഗത്തിനാണ് നമുക്ക് ചികിത്സ ലഭിക്കുക. നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് ആൻ്റണി തോമസ്. ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ്. നിലവിലെ LIC ഏജൻറ്റാണ്. സ്റ്റാർ ഹെൽത്ത്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസ്, ഈ 4 കമ്പനിയുടെ ബിസിനസ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ അപകടം മുഖാന്തരമുള്ള ആശുപത്രി ചെലവ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 30 ദിവസം കഴിഞ്ഞാൽ പനി പോലുള്ള രോഗങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്യാം. 2 വർഷം കഴിഞ്ഞാൽ ഓപ്പറേഷൻ കേസുകൾ, അതായത് കിഡ്നി സ്റ്റോൺ, പൈൽസ്, യൂട്രസ് റിമൂവൽ, ഹെർണിയ, വേരിക്കോസ് വെയിൻ, അതോടൊപ്പം തന്നെ കട്രാക്ട്, അങ്ങനെ പറയുന്ന സ്പെഷ്യൽ ഡിസീസ് എല്ലാം തന്നെ 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് നിലവിൽ നമ്മൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, മാരക രോഗമാണെങ്കിൽ നമുക്ക് ചേരാൻ പറ്റില്ല. ചെറിയ രോഗങ്ങൾ, ഇപ്പോൾ ഷുഗർ, പ്രഷർ എന്ന് പറയുന്ന പോലെ ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ചേരുന്ന സമയത്ത് പ്രപ്പോസൽ നിങ്ങൾ കാണിച്ചുവെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലെയിം കിട്ടി തുടങ്ങും. ഇനി അഥവാ നിങ്ങൾ പ്രപ്പോസലിൽ കാണിച്ചില്ല, നിങ്ങൾ കമ്പനി അറിയിച്ചില്ല എങ്കിൽ 7 വർഷം കഴിഞ്ഞാലാണ് അത് നമുക്ക് ക്ലെയിം കിട്ടും. ഇനി നിങ്ങൾക്ക് കൺജനിറ്റിക് ഡിസീസ്, അതായത് ജന്മന ഉള്ള രോഗങ്ങൾ അഥവാ വൈകല്യങ്ങൾ നമുക്ക് മിക്കവാറും പോളിസികളിലൊന്നും തന്നെ കവർ ചെയ്യില്ല, അതായത് കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കണ്ടീഷൻസ്. അപ്പോൾ നമ്മളൊരു ക്ലെയിം വരുന്ന സമയത്ത് നമ്മൾ നോക്കുക. ഇപ്പോൾ കുറേ ഡിസ്പ്യൂട്ട് വരുന്നത്, ക്ലെയിമിൽ റിജക്ഷൻ വരുന്നതും കസ്റ്റമേഴ്സ് ഒരുപാട് പരാതിപ്പെടുന്നതും ക്ലെയിം കിട്ടിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഈ ബേസിക് കണ്ടീഷനിലായിരിക്കില്ല അവർ ക്ലെയിം ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിന് എന്തെങ്കിലും, എന്നിട്ട് നിങ്ങളുടെ ഭാഗം കറക്റ്റാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടാനുള്ള മേൽ നടപടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റണി തോമസ്. നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമാണ്, ഞാൻ വാഹന ഇൻഷുറൻസിനെ കുറിച്ച്, LICയെ കുറിച്ച്, ഹെൽത്ത് ഇൻഷുറൻസ് കുറിച്ച് നിരവധി വീഡിയോസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു വാഹനത്തിനൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് നടപടികളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വണ്ടി ഒരാളെ ഇടിച്ചു, നമ്മൾ ഉടനടി നമ്മൾ അയാളെ കൊണ്ടുപോയി നമ്മൾ എന്തെല്ലാം ആളെ ചികിത്സയും മറ്റതിൻ്റെ നിയമ നടപടികൾ എന്തൊക്കെയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നു, നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളാണ്, ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ്ലെസ് ക്ലെയിം സെറ്റിൽമെൻറ്റ് എന്താണ്, അങ്ങനെ നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഏവർക്കും ഗുഡ് ബൈ.